ഹലോ, രാധേ രാധേ, സുഖമല്ല എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. 2-3 ദിവസമായിട്ട് എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ലേറ്റായിട്ട് എണീക്കൽ. അപ്പോൾ വൃത്തിയാക്കാനുണ്ട്, അപ്പോൾ അതൊക്കെ ആക്കാൻ പോവാണ്. ഇപ്പോൾ മാർച്ച് മാസം ലാസ്റ്റായി. ഭയങ്കര ചൂടാവാൻ തുടങ്ങി. നല്ല ചൂടാണിപ്പോൾ. ഹായ്. ഇപ്പോൾ കല്യാണത്തിൻ്റെ ഒക്കെ തിരക്കിലാണ്. സംഭവം കല്യാണത്തിൻ്റെ ഒക്കെ പരിപാടിയാണെങ്കിൽ 2 മാസം മുമ്പേ ഇവിടെ തുടങ്ങും. ഓരോന്ന് ഇപ്പോൾ ഗോതമ്പ് പൊടിപ്പിക്കുക അങ്ങനെയൊക്കെ ഇപ്പോൾ സ്റ്റാർട്ടായി. പിന്നെ എന്തൊക്കെയോ പപ്പടം എന്തൊക്കെയോ ഉണ്ടാക്കാണ്ട് കല്യാണത്തിൻ്റെ ഇതിൽ. ഇവിടെ മോള് ഒറ്റയ്ക്ക് കളിക്കുകയാണ്, പേപ്പറൊക്കെ കീറിയിട്ട്. ടോ ഹായ് ടാ. स्क्रीन ले आके दे दो तो रख देंगे भाई। स्क्रीन कौन सा रख पा रहे हो? ഇത് 2ാം പ്രാവശ്യമാണ് അടിച്ച് വരാൻ പോണേ. കുട്ടികളുണ്ടാകുമ്പോൾ പെട്ടെന്ന് ഒക്കെ ചണ്ടി ഇവിടെയൊക്കെ ചണ്ടിയാക്കും. ഇപ്പോൾ ഈ മാർച്ച് മാസം ലാസ്റ്റ് ആയതുകൊണ്ട് ഭയങ്കര നല്ല ചൂട് സീസൺ തുടങ്ങി. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ സമയം ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് തന്നെ ഭയങ്കര വെയിലൊക്കെ ഉണ്ടാവും, ചൂട് സഹിക്കാൻ പറ്റാത്ത വെയിലൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ്. അപ്പോൾ പിന്നെ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് 2-3 ദിവസമായിട്ട് ഞാൻ കുറച്ച് നേരം വൈകിട്ടാണ് കുളിക്കലൊക്കെ. നേരത്തെ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ചാൽ പിന്നെ പനി ജലദോഷം പിന്നെയും കൂടുക ചെയ്യുക. അപ്പോൾ നേരം വൈകിട്ടാണ് കുളിക്കുക. അപ്പോൾ ഇപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് അടുക്കളത്തെ പണിയൊക്കെ അമ്മയോ എല്ലാവരും കൂടിയിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് ഇനി കുളിക്കാനുണ്ട്. പിന്നെ കുളിച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കണം. ഇനിയിപ്പോൾ ഈ കാണുന്ന ബ്ലാങ്കറ്റൊക്കെ ഇനി അത് മുകളിൽ കൊണ്ടുപോയി വെക്കും. മുകളിൽ സ്റ്റോർ റൂം ഉണ്ട്, അവിടെ കൊണ്ടുപോയി വെക്കും. പിന്നെ ഇത് അടുത്ത നവംബർ ഡിസംബർ മാസം ആണ് ഇത് ഇറക്കുക. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് മാറ്റി. ഇനി ഞാൻ വന്ന് നോക്കിയപ്പോൾ ചപ്പാത്തി കറി മാത്രമേ ഉള്ളൂ. അപ്പോൾ ചോറുണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ ചോറുണ്ടാക്കാൻ പോവാണ്. ഇപ്പുറത്തെ മോക്ക് വേണ്ടി ഓട്സ് ഉണ്ടാക്കണം കേട്ടോ, സഫോള ഓട്സ്.
പിന്നെ ഇപ്പുറത്ത് മിക്സ് വെജ് ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ കോളിഫ്ലവർ ഉണ്ട്, പൊട്ടാറ്റോ ഉണ്ട്, പിന്നെ ഗ്രീൻ പീസ് ഉണ്ട്. അങ്ങനെ മിക്സ് വെജ് ഉപ്പേരി. ഫുഡ് റെഡിയായി. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ഫുഡ്. അങ്ങനെ എല്ലാവരും വന്നോളി, എല്ലാവർക്കും സ്വാഗതം ഫുഡ് കഴിക്കാൻ. ഇനി കഴിച്ചിട്ട് കാണാം. ഈ മോളെ കണ്ടിട്ട് മോന് വാശി പിടിക്കുക, ഓനക്കും ഫ്രോക്ക് ഇടണം എന്ന്. അപ്പോൾ മോളെ ഫ്രോക്ക് ഉണ്ട്, അത് ഞാൻ മോനക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഈ ഫ്രോക്ക് ഇതാവുമെന്നറിയില്ല, രണ്ടെണ്ണം ഉണ്ട്. നോക്കാം, ഇട്ട് കൊടുക്കുക, ഇട്ടിച്ച് നോക്കാം. അപ്പോൾ ഇത് 2 ഫ്രോക്ക് ഉണ്ട്. ഇതാവും, എനിക്ക് തോന്നുന്നു ഇതാവുന്ന. അപ്പോൾ ഇത് മോനക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ മോനക്കിത് പാകമായി. ചഡ്ഡി ഓന് ഈ മോളെ കണ്ടിട്ടാണ് വാശി പിടിച്ചത്, എനിക്കും ഫ്രോക്ക് ഇടണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മോളെ ഫ്രോക്ക് ഇട്ടിച്ചു കൊടുത്ത്. ഇനി കുറച്ച് നേരം ഇടും, പിന്നെ അത് ഊരും. അങ്ങനെ മോനെ കണ്ടിട്ട് മോളോട് ഞാൻ ചോദിച്ച് ഇടണമെന്ന് ചോദിച്ചപ്പോൾ മോള് പറയാം ആന്ന്. അപ്പം മോൾക്ക് ഈ ഫ്രോക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ മോള് റെഡിയായി. ഹായ് ബോൾ തട്ടോ. ഹായ് ये खोलो, ये डॉली ने भी पहन लिया ना। एको लाइन अच्छा दीदी लो चीजी खा लो. ഇന്ന് ചേച്ചി ഫാസ്റ്റിംഗ് ആണ് കേട്ടോ. നോമ്പാണ് ചേച്ചിക്ക്. എല്ലാ വ്യാഴാഴ്ച നോമ്പ് ഉണ്ടാവലുണ്ട്. അപ്പോൾ ഇന്ന് നോമ്പാണ്. 3-4 ദിവസമായിട്ട് ഗോതമ്പ് കേകി ഉണക്കിയതാണ് കേട്ടോ. ടെറസൊക്കെ ഒന്നായിട്ട് ഇത് കേകിയത്. ഇനി കേകിയിട്ട് പിന്നെ ഇങ്ങനെ ഇതാക്കിയതാണ്. ടെറസിൻ്റെ മുകളിൽ വിരിച്ചതാണ് ഉണക്കാൻ വേണ്ടിയിട്ട്. हेलो बेबी. ये किसके लिए? तो पैर कहाँ है? पैर कहाँ है तुम्हारे? കാണുന്നത് ശരിക്കും ഉണങ്ങിയിട്ടില്ല കേട്ടോ. നാളെ ഇത് ഉണങ്ങും. അപ്പോൾ ഇത് നാളെ വീണ്ടും വെയിലത്ത് പരത്തിടും. ഇപ്പുറത്ത് കാണുന്നത് ചാക്കിൽ നിറയ്ക്കും. तुम तो धोखेबाज हो.
ലോ यहाँ बैठना ठीक है कहीं नहीं जाना हाँ ഇതൊക്കെ ഉണങ്ങി കഴിഞ്ഞ് ഇനി ഹസ്ബൻഡൊക്കെ വരുമ്പോൾ ഓരോ താഴത്തേക്ക് കൊണ്ടുപോകും നല്ല വെയിറ്റ് ഉണ്ട് ഇതിൽ ടോട്ടൽ ഒരു 500 കിലോ ഒക്കെ ഉണ്ടാവും ടോട്ടൽ അവിടെ കാണുന്നത് ഒരു 100 കിലോ അവിടെ ഉണ്ടാവും അപ്പോൾ 150 കിലോ ടോട്ടൽ ഇനിയും കേൾക്കാണ്ട് ഒരു ഇനിയും 700-800 കിലോ ഇനിയും കേക്ക് ഉണക്കാണ്ട് ഇവിടെ ചായ ഉണ്ടാക്കുകയാണേ ചേച്ചി ഇന്ന് ഇതിലാണ് നോമ്പിലാണ് അപ്പോൾ ചേച്ചി ഇതാ കഴിക്കുകയാണ് നോമ്പ് എന്താ പറയുക സ്പെഷ്യല് നോമ്പിന് ഇവിടെ ഇതൊക്കെയാണ് ഈ പൊട്ടാറ്റോ ഫ്രൈ ചെയ്തതാണ് ഉപ്പൊന്നുമില്ല പിന്നെ പൂരിയാണ് അതിൽ ഉപ്പില്ല പിന്നെ ഇത് കടലയാണ് കടലപ്പരിപ്പാണ് അത് വെള്ളത്തിൽ രാവിലെ ഇട്ട് വെച്ചത് ഇനി പിന്നെ പഞ്ചസാരയും അങ്ങനെ കടലപ്പരിപ്പ് പിന്നെ വെള്ളമുണ്ട് ഇനി ചായ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ചായയും കൊടുക്കും അങ്ങനെയാണ് പഴം കഴിച്ച് കഴിഞ്ഞു ചേച്ചി ഇങ്ങനെയാണ് എന്താണ് കഥയൊക്കെ ചൊല്ലുക ബുക്കാണ് കാണുന്നത് കഥ ചൊല്ലുന്ന ബുക്ക് പിന്നെ അങ്ങനെ ഓരോന്നൊക്കെയാണ് സംഭവം ഇവിടെ ഒരുപാട് ചടങ്ങു രീതികളൊക്കെ बाबा खाना कैसे मम्मा डांस करती है बुआ डांस कैसे करती है ऐसे नहीं करती भक्तों जय माता की बोलो साजी मारे ससुर भी मारे हैं घर वाले साजी मारे ससुर भी मारे हैं घर वाले मार मोड़ के अंदर डालो बाहर लगा दो ताला तोड़ के जाना है अब तो जय माता की बोलो ताला तोड़ के അങ്ങനെ ചായ ഉണ്ടാക്കി പിന്നെ ചായ കുടിക്കാനേ എല്ലാവരും വന്നോളി ചായ കുടിക്കാനേ എല്ലാവർക്കും സ്വാഗതം ഇതൊക്കെ കാണുന്നത് സാരിയാണേ ഇതൊക്കെ സാരിയാണ് കേട്ടോ ഇത് അമ്മ ഓരോ കല്യാണത്തിനൊക്കെ എന്താണ് പുതിയ കല്യാണത്തിനൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ ഇത്ര സാരിയാണ് അമ്മേൻ്റെ അടുത്ത് ഇതൊരു 4-5 വർഷത്തിൻ്റെ സാരിയാവും ഇതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി ഈ സാരി മീൻസ് എനിക്ക് ഇടാൻ അത്ര താല്പര്യമില്ല കാരണം വെയിറ്റ് കൂടുതലാണ് പക്ഷേ കാണാൻ നല്ല രസമാണ് അടിപൊളി സാരിയാണ് അപ്പോൾ ഇത് ഫുള്ള് സാരിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ഫസ്റ്റത്തെ സാരി ഇത് പിസ്ത കളർ സാരിയാണ് കേട്ടോ ഇത് നല്ല സോഫ്റ്റാണ് തീരെ വെയിറ്റ് ഇല്ലാത്ത സാരിയാണിത് ഇത് ഊരി കാണിച്ചു തരാൻ ഇത് സംഭവം എന്താ ആർക്കും കൊടുക്കാൻ വേണ്ടി വെച്ചതാവും അതുകൊണ്ട് ഊരുന്നില്ല അപ്പോൾ ഇതാണ് ഈ സാരി ഇങ്ങനെയാണ് വർക്ക് പിസ്ത കളറാണിത് പിന്നെ അടുത്തത് ഇതാ പച്ച സാരി ഇതാണ് പച്ച കളർ സാരി ഇതാണ് കേട്ടോ പച്ച കളറ് ഇതും വെയിറ്റ് ഇല്ല വെയിറ്റ് മീൻസ് എനിക്ക് വേണ്ടി വെയിറ്റ് ആണ് പക്ഷേ ഈ സാരി ഇട്ട എക്സ്പീരിയൻസ് ഉള്ളവർക്കൊന്നും വെയിറ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് ഇതിലധികം ഇല്ല മറ്റേ ത്രെഡ് വർക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ വരുന്ന മുമ്പ് വരെ ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് നടന്നതേനി ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടതേനി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ നല്ല ലോങ് ആണ് സ്ട്രെയിറ്റ് ആണ് പിന്നെ ഇതാണ് കേട്ടോ
ഇതും ഞാൻ സംഭവം എൻ്റെ ബർത്ത്ഡേക്ക് ഹസ്ബൻഡ് ഗിഫ്റ്റ് തന്നത് ഇനി. അപ്പോൾ ഇതാണ് ഈ ഡ്രസ്സ്. സ്ലീവ്ലെസ് ആണ്. പക്ഷെ ഞാനാണെങ്കിൽ എന്താണ് ഇതിൻ്റെ കൂടെ ഇതാ സ്രഗ് ഉണ്ടല്ലോ, ഈ സ്രഗ് ഇടലേ ഇനി, സ്രഗിൻ്റെ കൂടെ ഇടലേ ഇനി. കാരണം എനിക്കാണെങ്കിൽ ആദ്യമേ ചെറുപ്പം മുതലേ എനിക്ക് സംഭവം ഫുൾ സ്ലീവ് ഉള്ള ഡ്രസ്സാണ് ഇഷ്ടം. പിന്നെ ഇത് ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ ഉണ്ടാക്കിയ സാരിയാണ് കേട്ടോ. ഒരു തുണി മാത്രം വാങ്ങിക്കൊണ്ടുവന്നതിന് അമ്മ പിന്നെ ഒരടിച്ചടിച്ച് ബ്ലൗസും ഇതാ ഇതിൻ്റെ ബ്ലൗസ് ഒരടിച്ചതാണ്. ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ അടിച്ചതാണ് ബ്ലൗസ്. അങ്ങനെ ഇവിടുത്തെ എല്ലാ ബ്ലൗസിൻ്റെ മോഡൽ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ ഉണ്ടാവും. ഈ കയറെന്തായാലും ഉണ്ടാവും. പിന്നെതാ ഇത് വെയിറ്റ് ഇല്ലാത്ത, തീരെ വെയിറ്റ് ഇല്ല ഈ സാരിക്ക്. കുറേ വെയിറ്റുള്ള സാരിയൊക്കെ ഉണ്ടായിരുന്നു, അതമ്മ വീട്ടിലിട്ട് യൂസ് ചെയ്ത്. അപ്പോൾ ഇപ്പോൾ അതൊന്നും കാണിച്ചു തരാൻ പറ്റിയ കോലത്തിലല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ സാരി. ഇതാ നല്ല ഇതാണ്, നല്ല എനിക്കിഷ്ടമാണ്. എനിക്ക് ഇങ്ങനത്തെ വെയിറ്റ് ഇല്ലാത്ത സാരിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ലൈറ്റ് ഓറഞ്ച് കളറ് അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇതാ ഞാൻ പറഞ്ഞ വെയിറ്റുള്ള സാരി, ഇത് നല്ല വെയിറ്റ് ഉണ്ട് സാരി. പിന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇവിടെ സംഭവം എനിക്ക് എന്താ വീട്ടിലെല്ലാവരും ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് തന്നത്. ഫസ്റ്റത്തെ ഒരു വീഡിയോ ഉണ്ട്, ആനിവേഴ്സറി ഗിഫ്റ്റ് തന്നത് ഞാൻ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇവിടെ നോർമലാണ്. ഇവിടെ ഈ ഭാഗത്തെ ഏത് വീട്ടിൽ പോയാലും സംഭവം ഫസ്റ്റത്തെ ആനിവേഴ്സറി ആണെങ്കിൽ നല്ല ചിലവൊക്കെ ആക്കും. അങ്ങനെയൊക്കെയാണ്. മരുമക്കൾക്കൊക്കെ നല്ല ഗിഫ്റ്റൊക്കെ കൊടുക്കും. അതിവിടെ എല്ലാ വീട്ടിലുമാണ്. ഇവിടെ ഈ ഞങ്ങൾ നിൽക്കുന്ന ഭാഗത്ത് ഈ ഏരിയയിൽ എല്ലായിടത്തും ഉണ്ട് ഇങ്ങനെ. പിന്നെ കല്യാണം കഴിഞ്ഞാൽ പാർട്ടി ഉണ്ടാവും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ സാരി കാണിച്ചു തരാം. ഇതാണ് കേട്ടോ. ഇതാണ് കേട്ടോ വർക്ക്. ഇത് ബ്ലാക്കാണ്. ഇതാണ് ഈ ബാക്കിൽ നോക്കിയാൽ ഇതാണ് സ്ട്രെയിറ്റ് ആണ്. പിന്നെ ഫ്രണ്ടിൽ നോക്കിയാൽ ഇതാ. പിന്നെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഇങ്ങനെ വർക്കാണ്, മുത്തൊക്കെ ആയിട്ട്. ഈ മുത്തിൻ്റെ കാരണം കൊണ്ടാണ് ഈ സാരി ഇത്ര വെയിറ്റ് ആയത്. അങ്ങനെ പിന്നെ ഇതാ നല്ല വെയിറ്റുള്ള സാരി. ഇതാണ് ഇങ്ങനെയാണ് വർക്ക്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ സാരി. ഇങ്ങനെയാണ്. ഇതിൻ്റെ ബ്ലൗസാണിത്. എല്ലാ ബ്ലൗസിൻ്റെ കട്ടിങ് സെയിം തന്നെ, അതേപോലെ തന്നെ. പിന്നെതാ ഇത് നെറ്റിൻ്റെ സാരിയാണ്. പക്ഷെ ഇതിൽ ഈ താഴെ ഇങ്ങനെ വർക്കുള്ളതുകൊണ്ട് കുറച്ച് ചെറുതായിട്ട് വെയിറ്റ് ഉണ്ട്. താഴെ ഇങ്ങനെ മുത്തിൻ്റെ വർക്കുള്ളതുകൊണ്ട് അപ്പോൾ ചെറുതായിട്ട് ഇത് വെയിറ്റ് ഉണ്ട് ഈ സാരിക്ക്. അങ്ങനെയാണ് കേട്ടോ. ഇതാണ് ഇങ്ങനെയാണ്. ഇതാണ് സാരി. പിന്നെതാ ഇതും വെയിറ്റുള്ള സാരിയാണ്. ഇതിൻ്റെ പാവാടയും ബ്ലൗസാണ്. ഇതങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയും, മനസ്സിലാവും എത്ര വെയിറ്റ് ഉണ്ടാവുന്നത്. ഇവിടെ പുതിയ മാരീഡ് ആയ പെണ്ണുങ്ങളൊക്കെ ആകുമ്പോൾ ഓർക്ക് ഈ വെയിറ്റുള്ള സാരി തന്നെയാണ് ഓർക്ക് കൊടുക്കുക. എല്ലാ സാരി ഈ മരുമോള സാരി എല്ലാത്തിനും വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ ഓരിങ്ങനെ അത് പുതിയ മരുമകളൊക്കെ ആകുമ്പോൾ ഓരിങ്ങനെ താങ്ങി രാവിലെ മുതൽ രാത്രി വരെ ഇട്ട് നടക്കണം. അങ്ങനെയൊക്കെയാണ്.
ഞാനിവിടെ ആദ്യമായിട്ട് വന്നപ്പോൾ തന്നെ ഞാൻ ചുരിദാറാണ് വീട്ടിലിടാൻ തുടങ്ങിയത്. കാരണം എനിക്ക് ഓപ്പറേഷനിലായതുകൊണ്ട് മോള് ഓപ്പറേഷനിലുണ്ടായത്. അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയത് സാരി ഇടാൻ. അപ്പോൾ ഞാൻ അന്നേ എഗ്രി ആയിട്ടില്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വീട്ടിൽ നിന്ന് ചുരിദാറൊക്കെ ഇടാൻ തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെയാണേ, ഇതാണ് ഇതിൻ്റെ വർക്ക്. താഴെയൊക്കെ വർക്ക് ഇങ്ങനെയാണേ. അപ്പോൾ നല്ല പിന്നെ എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ട് തോന്നുന്നത് ഈ സാരിയാണ്. ഞാൻ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ മരുമകൾ എന്ന് പറഞ്ഞിട്ടുള്ളേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സാരി. നമ്മളവിടുത്തെ എനിക്കൊരു ചെറുതായിട്ടൊരു നമ്മളവിടുത്തെ കേരള ഫീലിംഗാണ് വരിക. കാരണം ഒരു പട്ട് സാരീൻ്റെ ഒക്കെ ഒരു ലുക്കാണ് ഇതിൽ. വർക്ക് ഉണ്ടെന്നുള്ളൂ. പിന്നെ ഇത് നെറ്റാണ്, പക്ഷേ പെട്ടെന്ന് കണ്ടാൽ തോന്നൂല നെറ്റ് സാരിയാണെന്ന്. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ വർക്ക്. എനിക്കിഷ്ടം കേട്ടോ, നല്ല രസമാണ് ഇതിൻ്റെ വർക്ക്. പിന്നെ തീരെ വെയിറ്റ് ഇല്ല. പിന്നെ നല്ല വെയിറ്റുള്ള സാരി. ഇതും നല്ല വെയിറ്റ് ഉണ്ടേ. ഇതിൽ വർക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എത്ര വെയിറ്റ് ഉണ്ടാവുന്നത്. തലയിൽ നിൽക്കൂല ഇതിൻ്റെ ഈ ഇതുണ്ടല്ലോ, ഈ സാരി തലയിലാണെങ്കിൽ താങ്ങാൻ കഴിയൂല, അങ്ങനെ വെയിറ്റാണ്. ഇതാണ് ഇതിൻ്റെ, ഇത് അടിഭാഗമാണ് കേട്ടോ, സാരീൻ്റെ അടിഭാഗമാണ് ഇത്. ഇതാണ്, ഇങ്ങനെയാണ്. അപ്പോൾ ഇത് നല്ല. പിന്നെ ഇത് എനിക്ക് ഹസ്ബൻഡ് തന്നതിന് ഇത് ഗൗണാണേ. അപ്പോൾ ഇതെനിക്ക് ഹസ്ബൻഡ് ഗിഫ്റ്റ് തന്നതിന് ദീപാവലിക്ക് ആദ്യമായിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ. അപ്പോൾ ഇത് ഇട്ടാലൊരു സാരീൻ്റെ ലുക്കാണ് വരിക. ഇങ്ങനെയാണ് സാരീൻ്റെ ലുക്കാണ് വരിക. ഇതിൽ സ്ലീവ് ഒന്നും ഇടാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഇതാ സ്ലീവ് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ, ഷോർട്ട് എന്നിട്ട് സാരീൻ്റെ ലുക്കാണ് ഇത് വരിക. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സാരി എൻ്റെ കളക്ഷൻസ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയണം. നിങ്ങൾക്ക് ഏത് സാരിയാണ് ഇഷ്ടമായത്, പിന്നെ എങ്ങനെയുണ്ട് സാരിയൊക്കെ കണ്ടിട്ട്. പിന്നെ ഒരു സാരി ഇതാട്ടോ, ഇത് മറന്നുപോയി കാണിച്ചതാണ്. ബ്ലാക്ക് ആൻഡ് യെല്ലോ ആണ്, ബ്ലാക്ക് ആൻഡ് ഓറഞ്ച് ആണ്. ഇതാണ് സാരി. ഇതാണ്. ഇതിൽ വർക്ക് നല്ലോണ്ട്, അപ്പോൾ വെയിറ്റും ഉണ്ട് നല്ല. അങ്ങനെ ഇതാണ് കേട്ടോ. ഇതാണ് വീണ്ടും 2 സാരി കിട്ടി. നല്ല വെയിറ്റ് ഉണ്ട് ഈ സാരി. ഇവിടെ അടിയിൽ നോക്കുകയാണെങ്കിൽ നല്ല വെയിറ്റ് ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെയാണ് അടിയിലൊക്കെ നോക്കിയാൽ നല്ല വർക്കുള്ള സാരിയാണിത്. ഇനിയും സാരി എവിടെയെങ്കിലുമൊക്കെ നോക്കിയാൽ ഉണ്ടാവും. ഇങ്ങനത്തെ കളക്ഷൻസാണ് ഇവിടുത്തെ മരുമക്കൾക്കൊക്കെ ഇഷ്ടം. മീൻസ് നല്ല എംബ്രോയ്ഡറി വർക്ക്, പിന്നെ നല്ല വർക്കുള്ളതും, പിന്നെ നല്ല ലൈറ്റ് കളറ്, നമ്മളെ കണ്ണിൽ കുത്തണ കളർ. ഈ ഫുഡ് ഉണ്ടാക്കാണ്ട്, അപ്പോൾ ഫുഡ് നോക്കാം. നേരം വൈകി സാരി കാണിക്കണ ഇതിൽ. അപ്പോൾ ഫുഡ് എന്താ ഉണ്ടാക്കേണ്ടി നോക്കണം പോയിട്ട്. ഇപ്പം നോക്കാം അത് എന്തൊക്കെ ഉണ്ടെന്ന്. പൂരി ഉണ്ട്. അപ്പോൾ പൂരി 4-5 പൂരി 5 പൂരി ഉണ്ട്. അപ്പോൾ ഇതിൽ മതിയാവില്ല. ഇത് നോക്കാം. ഇത് രാവിലത്തെ ചപ്പാത്തിയാണ്. അപ്പോൾ 4-5 ചപ്പാത്തി ഉണ്ട്. അയ്യോ, ഇത്ര ചപ്പാത്തി ഉണ്ട്. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇനി വെറും കറി ഉണ്ടാക്കിയാൽ മതി തോന്നുന്നുണ്ട്. കറി നോക്കാം എന്താ ഉള്ളതെന്ന്. കറിക്ക് ഇത് മത്തൻ കറിയാണ് കേട്ടോ. ഇന്ന് നിങ്ങൾക്ക് മത്തൻ കറിയാണ് കാണാൻ കിട്ടിയത്. ഇന്ന് പൊട്ടാറ്റോ അല്ല, മത്തൻ കറിയാണ്. എനിക്ക് അറിയാം ഇന്ന് രാവിലെ മത്തൻ കറി ആവുന്നത്. പക്ഷേ എനിക്ക് മത്തൻ ഇഷ്ടമല്ല. അപ്പം എനിക്ക് വേണ്ടി ഉപ്പേരി ഉണ്ടാക്കി. അങ്ങനെ മത്തൻ കറിയാണേ. അപ്പോൾ കുറച്ച് കറി ഉണ്ടാക്കേണ്ടി വരും.
ഇത് ഞാൻ ഉണ്ടാക്കിയ ഉപ്പേരിയാണ്. ഇത് ഓട്സ്, ചോറ്. എന്താണ് ഒന്നുമില്ല, ഓപ്ഷൻ എന്താ ഉണ്ടാക്കാന്ന് എനിക്കറിയില്ല. ഗ്രീൻ പീസും പിന്നെ പൊട്ടാറ്റോ അതും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഗ്രീൻ പീസിൻ്റെ സീസൺ കഴിയാനായി. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കാണുന്നത് ഇനി എന്താണ് അടുത്ത സീസണിൽ കിട്ടുള്ളൂ, അടുത്ത വർഷം കിട്ടും. പക്ഷേ നല്ല വില കൂടുതലായിട്ടാണ് കിട്ടുക. ഇപ്പോൾ ആണെങ്കിൽ എത്ര 20 രൂപ 10 രൂപയ്ക്കൊക്കെ 1 kg ഒക്കെ വാങ്ങാം. ഇപ്പോൾ ചൂടുകാലം തുടങ്ങിയല്ലോ, അപ്പോൾ ഇനി അടുക്കളയിലാണ് ഫുഡൊക്കെ ഉണ്ടാക്കുക. തണുപ്പ് കാലത്തൊക്കെ ആകുമ്പോൾ നല്ല ചൂടൊക്കെ വിറകിലൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ല ഒരു ഫീലിംഗാണ് അന്നേരം വരിക. അപ്പോൾ സംഭവം നല്ല രസമാണ്. തണുപ്പ് കാലത്ത് വിറകിലുണ്ടാക്കാൻ നല്ല രസമാണ്. അപ്പോൾ അതുകൊണ്ടാണ് തണുപ്പ് കാലം തുടങ്ങുമ്പോൾ പുറത്ത് വിറകുമ്മലാണ് ഫുഡ് ഉണ്ടാക്കുക. പിന്നെ ഈ ചൂടുകാലം തുടങ്ങുമ്പോൾ അടുക്കളയിലാണ് ഫുഡ് ഉണ്ടാക്കുക. അങ്ങനെയാണ്. ഇവിടെ ഗ്യാസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ സീസൺ അനുസരിച്ചിട്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കാൻ നേരത്തെ കാണാം. അപ്പോഴേക്കും ബൈ ബൈ, ടേക്ക് കെയർ. എല്ലാവരും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഇനി ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ചപ്പാത്തി ഇല്ല, അപ്പോൾ കുറച്ചുണ്ടാക്കാനുള്ളൂ. പിന്നെ സമയം ഒരുപാടായി, ഇന്ന് 11 മണിയായി സമയം, രാത്രി. കറിയുണ്ട്, ചപ്പാത്തി മാത്രം ഉണ്ടാക്കാനുള്ളൂ. तो सभी लोग बैठ चुके हैं, सब लोग ഇതിനിവിടെ പറാഠ എന്നാ പറയാ കേട്ടോ. പക്ഷെ എനിക്ക് പറാഠ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പൊറോട്ട എന്നാ പറയാ. അപ്പോൾ ഒന്നുമില്ല, കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവുള്ളൂ. എന്നാലും ചപ്പാത്തിനേക്കാളും കുറച്ച് ടേസ്റ്റ് ഇതാണ്. गाना कौन गाएगा? तो गाएगी पहले। चो गाना कौन गाएगा? ഫുഡ് റെഡിയായി. ഇതാണ്, ഇതിൽ പറാഠ, പിന്നെ ചോറ്, കറി. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ കറി. അപ്പം കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മളവിടുത്തെ സുർക്കയിലിട്ട മുളക്, പിന്നെ ചോറ്, സലാഡ്, അങ്ങനെ ഇത്ര സാധനങ്ങളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വന്നോളി, എല്ലാവർക്കും സ്വാഗതം. ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഈ പാത്രം കഴുകിയിട്ട് തുടയ്ക്കാണ്ട്. പാത്രങ്ങൾ പിന്നെ ഇതൊന്നും ഇങ്ങനെ വൃത്തികേടുണ്ടാവാൻ പാടില്ല. രാവിലെ എണീക്കുമ്പോൾ ഒക്കെ നല്ല ക്ലീനായിട്ട് വേണം. പണിയൊക്കെ കഴിഞ്ഞ് ഇനി ഫുഡ് ഇതാണ്, ഗ്രീൻ പീസ് കറി, പൊറോട്ട. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് ഇനി കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി വന്നോളി, എല്ലാവർക്കും സ്വാഗതം. ഇനി അഭിപ്രായം എന്തായാലും കമൻറ്റിൽ പറയണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ ഇല്ലെന്ന് എന്തായാലും കമൻറ്റിൽ പറയണം.
ഇനി നമുക്ക് അടുത്ത ദിവസം കാണാം അടുത്ത ബ്ലോഗിൽ. അപ്പോഴേക്ക് ബൈ ബൈ, ടേക്ക് കെയർ. ഇപ്പോൾ ഇതാ 12:15 ആയി, സമയം രാത്രി ഉറങ്ങാനുള്ള സമയമായി. ഈ സമയത്താണ് ഇപ്പോൾ ഞങ്ങൾ ഉറങ്ങാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, സ്വീറ്റ് ഡ്രീം.